2024 Brand Yourself Episode 2. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു പേഴ്സണൽ അക്കൗണ്ട് ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് എങ്ങനെ മാറ്റാം എന്ന് കണ്ടു. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് എങ്ങനെ എഫക്റ്റീവായി സെറ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് മെയിൻ ആയിട്ട് 3 പാർട്സ് ഉള്ളത്. ഒന്ന് പ്രൊഫൈൽ പിക്ചർ, ഒന്ന് നമ്മുടെ നെയിം, ഒന്ന് നമ്മുടെ ബയോ. അപ്പോൾ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ഒരു പ്രൊഫഷണൽ ലുക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ മേജർ പങ്ക് വഹിക്കുന്നത് ആ ബയോ ആണ്. അപ്പൊ ഇത് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതിന് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് വൺ ടീം സൊല്യൂഷൻസിന് ഇൻസ്റ്റാഗ്രാം പേജ് തന്നെ എടുത്ത് നോക്കാം. നമ്മളിവിടെ പ്രൊഫൈൽ പിക്ചർ നോക്കുന്ന സമയത്ത് നമ്മുടെ ലോഗോ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അതുപോലെ നിങ്ങൾക്കൊരു ലോഗോ ഉണ്ട്, നിങ്ങളൊരു ബ്രാൻഡ് ആണ്, നിങ്ങൾക്കൊരു ലോഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലോഗോ കൊടുക്കാം. അതല്ലാതെ നിങ്ങൾ നിങ്ങളായി തന്നെ അറിയപ്പെടാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പ്രൊഫൈൽ പിക്ചർ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അടുത്തത് നോക്കുമ്പോൾ നെയിം ആണ് കാണിക്കുന്നത്. നമ്മളിവിടെ വൺ ടീം സൊല്യൂഷൻസ് ആണ് നമ്മുടെ നെയിം. സോ നമ്മൾ വേറെ ഒന്നും കൊടുക്കാതെ വൺ ടീം സൊല്യൂഷൻസ് തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് ഏതാണോ ആ ബ്രാൻഡിന്റെ നെയിം കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റും. അതിന്റെ താഴെ നമുക്ക് എഡ്യൂക്കേഷൻ കാണാം. ആ എഡ്യൂക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വാട്ട് ഡു യു ബെസ്റ്റ് ഡിസ്ക്രൈബ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുത്തു. കാരണം നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നിങ്ങൾ എന്താണോ അവിടെ കൊടുത്തേക്കുന്നത് അതാണ് താഴെ വിസിബിൾ ആയി വരിക. ഇനി അടുത്ത വരുന്ന സെക്ഷനാണ് ബയോ. ഈ ബയോന്റെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിന് എന്ത് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഞങ്ങൾ ഇവിടെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ കോഴ്സസിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസിന് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലൊക്കേഷനും ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഒരു ലിങ്ക്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളിപ്പോൾ പല ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോഴും ലിങ്ക് ഇൻ ബയോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാറുണ്ട് ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ലിങ്ക് നമ്മുടെ ബയോനകത്ത് കൊടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ പല സൈറ്റ്സ് ഉണ്ടാവും, വെബ്സൈറ്റ്സ് ഉണ്ടാവും, യൂട്യൂബ് ഉണ്ടാവും. ഈ എല്ലാ സൈറ്റ്സിനെയും കൂടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലിങ്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിങ്ക് ഒക്കെ എടുത്തിട്ട് ഒരൊറ്റൊരു ലിങ്ക് ആയിട്ട് കമ്പൈൽ ചെയ്തിട്ടാണ് നമ്മൾ ബയോയിൽ കൊടുക്കുക. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ലിങ്ക് ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. ആ ലിങ്ക് ട്രീ ടൂളിന്റെ ലിങ്ക് നമ്മൾ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. ലിങ്ക് ട്രീ ടൂളിനകത്ത് നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാലുള്ള വിൻഡോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് 3 ലിങ്ക് വരെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആഡ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക്സ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇതൊക്കെ കമ്പൈൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരൊറ്റൊരു ലിങ്ക് ആക്കിയിട്ട് അത് നിങ്ങളുടെ ബയോയിൽ പേസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ എല്ലാ സൈറ്റ്സിലേക്കുള്ള ഒരു പാത്വേ ആയിട്ട് ആ ഒരു ലിങ്ക് ആക്ട് ചെയ്യും. ഈ വഴി നമുക്കൊരു പ്രൊഫഷണൽ അക്കൗണ്ട് എഫക്റ്റീവായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി നിങ്ങളുടെ പ്രൊഫഷണൽ അക്കൗണ്ടിൽ എന്തൊക്കെ കണ്ടന്റ്സ് പുഷ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഓഡിയൻസിനെ എൻഗേജ് ആയി വെക്കേണ്ടത് എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.